ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന 2ാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് അറിയിച്ചു.
ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമ തോമസ് MLAയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. MPമാരായ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട്, പഴയ ഓട്ട് കമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കിക്ക് ഓഫ് മുതൽ ആക്രമിച്ചു കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ഓളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. ഓഗസ്റ്റ് 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 പോയിന്റ് ഉയർന്ന് 78,585-ലും നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 24,518-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1000 രൂപ താഴ്ന്ന് 1,06,650 രൂപയും ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്ത് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.